ആക്ച്വലി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവർക്കും അതിൻ്റെ ഉള്ളിലുള്ള എല്ലാവർക്കും തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഗബ്രി ജാസ്മിൻ്റെ കളി നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഈവൻ നമ്മുടെ മിണ്ടാതിരുന്ന അൻസിബ വരെ ഇത്രയും ദേഷ്യപ്പെട്ട് റിയാക്ട് ചെയ്യാത്ത ഒരാളാണ്. ആൾ വരെ കറക്റ്റ് പോയിൻ്റ് എടുത്തിട്ട് ഗബ്രിയുടെ നേരെ വീശുന്നുണ്ട്. കാരണം നമുക്കറിയാം കിച്ചൺ ടീമിലുണ്ടായിരുന്ന ആളാണ് ജാസ്മിൻ, ജിൻഡോ, അൻസിബ ഇവരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഈ ജാസ്മിൻ ഗബ്രിയുടെ പുറകെ നടക്കുന്നതും കട്ടിലിൽ പോയി കിടക്കുന്നതും ഇരിക്കുന്നതും മാത്രമല്ലാതെ കിച്ചൺ ടീമിനെ ഹെൽപ്പ് ചെയ്യാനോ കിച്ചൺ ടീമിൻ്റെ ഇതിനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ കുറച്ചെപ്പോഴും ഒരു പകുതി പോലും കിച്ചൺ ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ ജാസ്മിൻ ഉണ്ടായിരുന്നില്ല. മുക്കാലും പണിയും അൻസിബയും ഈവൻ ജിൻഡോയും കൂടെയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായും അവരെല്ലാവരും ജാസ്മിനെ നോമിനേറ്റ് ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ജാസ്മിൻ അങ്ങനെ ജയിലിൽ പോയി. അത് കഴിഞ്ഞുള്ള നമ്മുടെ ഗബ്രിയുടെ ഷോയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗബ്രി ആണെങ്കിൽ വയ്യ, സിക്കാണെന്നും പറഞ്ഞിരുന്നു. എനിക്ക് എക്സ്ട്രാ ഫുഡ് വേണമെന്ന് പറഞ്ഞ് കസേരയിൽ, പവർ ടീമാണല്ലോ, പണിയൊന്നും എടുക്കണ്ടല്ലോ, ജസ്റ്റ് കസേരയിലിരുന്ന് കൽപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നോറ പറയുന്നുണ്ട് ഇവിടെയുള്ളവരും സിക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അൻസിബ പറയുന്നുണ്ട് ജാസ്മിൻ ജയിലിൽ പോയതിൻ്റെ ഇത് ഇവിടെയല്ല തീർക്കണ്ടേന്ന്. അപ്പോഴേക്ക് ആ സിക്ക് എന്ന് പറയുന്ന നമ്മുടെ ഗബ്രി അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് വന്ന് കണ്ടാണ്ടല്ലോ, ഫുൾ പവറിലാണ് എഴുന്നേറ്റ് വരുന്നത്. എഴുന്നേറ്റ് വന്നിട്ട് അങ്ങോട്ട് അനാവശ്യം പറയരുതെന്നാണ് പറയുന്നത്. അവിടെ ഓൺ ദ പോയിൻ്റായിട്ട് പറയുന്ന ഒരാളാണ് അൻസിബ. കറക്റ്റ് എവിടെ അടിക്കണം എന്ന് അൻസിബയ്ക്ക് കറക്റ്റായിട്ട് അറിയാം. അൻസിബ പറയാനുള്ള കാര്യം പറയും, പോവും. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നത്തെ ഇതിൽ കണ്ടതാണ്, ജാസ്മിനും അൻസിബയും തമ്മിലുള്ള വഴക്കിലും സെയിം തന്നെയാണ് നടന്നത്. അൻസിബ പറയാനുള്ളത് പറഞ്ഞു, ബാക്കി അൻസിബ ചെവി എത്തിപ്പോയി. കാരണം ജാസ്മിൻ അവിടെ കിടന്ന് ഈ ഒരുമാതിരി ചന്തയിൽ കിടന്ന് ചിലയ്ക്കുന്ന പോലെ ചിലച്ചുകൊണ്ടിരിക്കുക. അത് കേൾക്കേണ്ട കാര്യം നമ്മുടെ അൻസിബയ്ക്കില്ല. അൻസിബ പറയാനുള്ള പോയിൻ്റ് പറഞ്ഞു പോയി. അതുപോലെ തന്നെ ഇപ്പോൾ ഗബ്രിയും ചാടി എഴുന്നേറ്റ് കൽപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റിട്ട് അവിടെ ഉള്ളവരുടെ ഒരു ഇതുപോലും പരിഗണിക്കാതെ അവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഹൗസിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഗബ്രിക്കെതിരായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ നന്ദന പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഉരുട്ടി മാവ് അങ്ങോട്ട് കഴിക്കാൻ. അത് കറക്റ്റാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഗബ്രിയും കൂടെ ഇളകുക. കാരണം ജാസ്മിൻ ജയിലിലല്ലേ. അത് കഴിഞ്ഞ് നമ്മുടെ അഭിഷേക് ജയദീപിൻ്റെ അടുത്ത ഇതായിട്ട് പോയി. അപ്പോൾ അവൻ പറയുന്നുണ്ട് ജാസ്മിൻ്റെ സാരിത്തുമ്പിൽ തൂങ്ങി നടക്കുന്നതല്ലേന്ന്. കറക്റ്റാണ്, ആ പറഞ്ഞത് കറക്റ്റാണ്. ജാസ്മിൻ്റെ സാരിത്തുമ്പിൽ നടക്കുന്ന ആളാണ് ഗബ്രി. ഗബ്രിയും ജാസ്മിനും കൂടെ കളിക്കുന്ന പൊറോട്ട നാടകമാണ്, അങ്ങനെ തന്നെ പറയാം. ഒരുമാതിരി ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു ദിവസം കരച്ചിൽ പിഴിച്ചിൽ ബെഡിലിരിക്കൽ ജാസ്മിനും ഗബ്രിയും കൂടെ കഴിഞ്ഞ ദിവസം ഫുൾ ബെഡിൽ തന്നെ ആയിരുന്നു. കാരണം ഒരു പണിക്കും പോയിട്ടില്ല ഈ പറഞ്ഞ ജാസ്മിൻ. ഇടയ്ക്കെങ്ങാണ്ട് പോയി എന്തോ കട്ട് ചെയ്ത് കൊടുത്തതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടാണ് മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ അതിനെതിരെ ചാടി വരുന്നത്. ഇവരവിടെ നാടകം കളിച്ചിരിക്കുന്നതല്ലാതെ ബാക്കി അവിടെ ഭക്ഷണം ഉള്ളിലോട്ട് ഇറങ്ങണമെങ്കിൽ കിച്ചൺ ടീം അവിടെ പ്രവർത്തിക്കണം. അത് ഒരാളുടെ മാത്രം കാര്യമല്ല. ജാസ്മിൻ കിച്ചൺ ടീമിലുണ്ടെങ്കിൽ ജാസ്മിൻ്റെ ഡ്യൂട്ടിയാണത്. അതുകൊണ്ട് അവരവിടെ നോമിനേറ്റ് ചെയ്ത് ജയിലിൽ വിട്ടതിൽ ഒരു തെറ്റുമില്ല. അതിനെതിരെ ഗബ്രി കിടന്ന് ചാടേണ്ട ആവശ്യമില്ല. ഗബ്രിക്കെതിരെ ആ വീട്ടുകാരെല്ലാവരും പറഞ്ഞത് വളരെ പോയിൻ്റാണ്. ഈ ജാസ്മിനെതിരെയും എന്തായാലും ബിഗ് ബോസ് ഈ വീക്കിൽ വേണ്ട നടപടി എടുക്കണം. ഇല്ലാത്ത പക്ഷേ അത് പാർഷ്യാലിറ്റി തന്നെയാണെന്ന് നമുക്ക്